അച്ഛാ, അമ്മേ, ഞാൻ നാളെ രാവിലെ ഒരു പുതിയ സ്ഥലം നോക്കാൻ പോകും. എന്റെ സബ്സ്ക്രൈബർമാരിൽ ഒരാൾ നിർദ്ദേശിച്ച സ്ഥലമാണിത്. ഞാൻ രാവിലെ പോകും. നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നുള്ളത് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലത്താണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ സ്ഥലത്തെ പറ്റി എന്നോട് പറഞ്ഞത്. സഞ്ചാരികൾ എത്തിപ്പെടാത്ത ഈ സ്ഥലമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. എന്താവും ഈ വലിയ മലയുടെ മുകളിൽ? വായോ, നമുക്ക് നോക്കാം. ഇത് നോക്ക് കൂട്ടുകാരെ, ഈ വ്യൂ, നമ്മളിപ്പോ താഴെയുള്ള വ്യൂ ആണ് കാണുന്നത്. ആ മലമുകളിൽ എന്താവും എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. നിങ്ങൾക്കും ക്യൂരിയോസിറ്റി കാണുമെന്ന് എനിക്കറിയാം. കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ മല കയറാൻ. കയറി പോകാൻ വഴിയുമില്ല. ഒരു ഉദ്ദേശം വെച്ചുള്ള പോക്കാണ് കൂട്ടുകാരെ. നമുക്ക് ഒരുമിച്ച് കാണാം മുകളിലെ വ്യൂ. ഇവിടെ മുകളിലേക്ക് വഴിയില്ല. മഴവെള്ളം ഒലിച്ചിറങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ കയറുന്നത്. എന്ത് തന്നെയായാലും നമ്മൾ പിന്നോട്ട് പോവില്ല. എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ മുകളിലെത്തും. അയ്യോ മോനെ, അവിടെ പോകല്ലേ, അപകടം, പോകല്ലേ. കുഴപ്പമില്ല ചേട്ടാ, ഞാൻ എന്റെ സുരക്ഷ നോക്കിക്കോളാം. വിഷമിക്കണ്ട, എനിക്കൊന്നും വരില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ദൈവമേ, മടുത്ത് ഗൈസ്, നിക്കറ് കീറുന്ന പരിപാടിയാ. എന്നാലും വേണ്ടില്ല, നമ്മൾ മുകളിലെത്തിയിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കറുത്ത റോസ്? ഞാൻ ആദ്യമായി കാണുന്നതാ. നല്ല ഭംഗി. നമുക്കിതിന്റെ മണം ഒന്ന് നോക്കാം. എന്താ മണം! ശരിക്കും നമ്മൾ സ്വർഗത്തിലെത്തിയൊരു ഫീലാണ് ഇത് മണത്തപ്പം. അടിപൊളി മണം. നിങ്ങൾ ആരെങ്കിലും ഇത് വഴി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇത് ആസ്വദിക്കണം. ആ റോസാപ്പൂ എന്നെ ശരിക്കും ഉന്മേഷവാനാക്കി. നമുക്ക് യാത്ര തുടരാം. എത്രയും പെട്ടെന്ന് മലമുകളിലെത്തണം. എന്റെ പൊന്നോ, ഇനി ചത്താലും വേണ്ടില്ല കൂട്ടുകാരെ. ഇതാണ് സ്വർഗം. നിങ്ങൾ ഇത് കണ്ടു നോക്ക്. എനിക്ക് പറയാൻ വാക്കുകളില്ല. കഷ്ടപ്പെട്ട് കയറി വന്നതിന് ഫലം കിട്ടി കൂട്ടുകാരെ. ഈ ഒരു തടാകം, അതിൽ കുളിച്ചാൽ നമ്മുടെ ക്ഷീണമെല്ലാം മാറും. നമുക്ക് ആദ്യം തടാകത്തിന്റെ ആഴം നോക്കാം. നോക്ക് കൂട്ടുകാരെ, ഇതിൽ കഷ്ടിച്ച് അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടാവും. കൊച്ചുകുട്ടിക്ക് പോലും ഈ കുളത്തിൽ സുഖമായി കുളിക്കാൻ പറ്റും. ഞാൻ എന്താണെങ്കിലും ഇതിൽ കുളിച്ച് ക്ഷീണം മാറ്റാൻ പോവുക. ചാടരുത്, നീ കാണുന്നതല്ലാതെ. വിഷമിക്കേണ്ട ചേട്ടാ, ഞാൻ ഈ കുളത്തിന്റെ ആഴം പരിശോധിച്ചു. അധികം വെള്ളമില്ല. എനിക്കും നന്നായി നീന്താൻ അറിയാം. വിഷമിക്കേണ്ട. ഇനിയും എത്ര പേരെ കൊല്ലും? ദൈവമേ, ഇതൊന്നും കാണുന്നില്ലേ?